ജാനിയും തമ്പുരുവും ഒഴികെ അവിടെയുണ്ടായിരുന്നവരെല്ലാം ആ അതിഥിയെ കണ്ടു ഞെട്ടി. മോഡേൺ വസ്ത്രം ധരിച്ച് ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയായിരുന്നു അത്. രേണു എന്ന് മന്ത്രിച്ചുകൊണ്ട് മയൂർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. എന്നെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ മയൂരേ എന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ചാടി എഴുന്നേറ്റു. മയൂരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. ചലിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കൈകൾ. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ നിസ്സഹായനായി ജാനിയെ നോക്കി. തമ്പുരുവിൻ്റെയും ജാനിയുടെയും കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. തൻ്റെ ദേഷ്യം മുഴുവൻ കൈകളിൽ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രീജിത്ത് അപ്പോൾ. കുറച്ചു സമയം അവനെ കെട്ടിപ്പിടിച്ചു നിന്നതിന് ശേഷം അവൾ അവനെ സ്വതന്ത്രനാക്കി. പിന്നീട് ഇരു കൈകൾ കൊണ്ടും അവൻ്റെ മുഖം അവൾ കൈകളിൽ കോരിയെടുത്തു. എന്താടാ, നിന്റെ ശരീരം തണുത്തുറഞ്ഞ ഐസും കട്ട പോലെയായല്ലോ. ഭക്ഷണത്തിൻ്റെ എച്ചിലുകൾ എൻ്റെ ശരീരത്തിലാവണ്ട എന്ന് കരുതിയാണോ നീ എന്നെ തിരിച്ച് കെട്ടിപ്പിടിക്കാഞ്ഞത്? നിശ്ചലമായി താഴേക്ക് വീണ് കിടക്കുന്ന അവൻ്റെ കൈകൾ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്കെന്താടി ഇവിടെ കാര്യം? വിടടി എൻ്റെ കണ്ണനെ, കലിതുള്ളിക്കൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു. എന്താ അമ്മാവാ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മാവൻ എന്താ എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ രേണുവാണ്. അമ്മാവനെ പറഞ്ഞിട്ട് കാര്യമില്ല. 15 വർഷമായില്ലേ നമ്മൾ നേരിട്ട് കണ്ടിട്ട്. അതിൻ്റെ പരിചയക്കുറവായിരിക്കും അല്ലേ? അല്ലേ അമ്മാവാ? അവൾ ശ്രീജിത്തിനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അമ്മാവനും അമ്മായിയും എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണൻ്റെ പെണ്ണാണ് ഞാനെന്ന്. മറന്നുപോയോ അമ്മാവാ? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച ശ്രീജിത്ത് അപ്പോൾ തന്നെ മുഖം തിരിച്ചു. അവളുടെ ഒരു അമ്മാവൻ, ശ്രീജിത്ത് മനസ്സിൽ ചിന്തിച്ചു. ഇനി എന്നെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേണുക. തേച്ചു വാർത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ള അതേ രേണുക തന്നെ. അവൾ ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരും കേട്ടതല്ല സത്യം. രേണുക പറയാൻ തുടങ്ങി. ഞാനും മയൂരും പരസ്പരം ചങ്ക് പറിച്ച് സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച വളരെ വേദനാജനകമായിരുന്നു. ഇത്രയേറെ സ്നേഹിച്ച ഞങ്ങളെ തമ്മിൽ അകറ്റിയത് ആ ആക്സിഡൻ്റ് ആണ്. ആക്സിഡൻറ്റിന് ശേഷം ഒരുപാട് നാൾ ഞാൻ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. തിരിച്ചിനിയൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വരെ വിധി എഴുതിയതാണ്. പൂർവജന്മ പുണ്യം കൊണ്ടോ അതോ എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടോ എന്താണെന്നറിയില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സ്വബോധം തിരിച്ചു വന്ന് ഞാനൊന്നും നടക്കാറായപ്പോൾ ഞാൻ എൻ്റെ മയൂരിൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ്. എന്നാൽ ഇവൻ എന്നെ തിരിച്ചറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല. അതൊന്നും എന്നെ ബാധിച്ചതേയില്ല. തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഇവനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ അപ്പോഴാണ് അമ്മാവൻ ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് പോയത്. എന്നാൽ അന്നത്തെ ആ സിറ്റുവേഷനിൽ ഇവരുടെ കൂടെ നാട്ടിലേക്ക് വരാൻ എൻ്റെ പേരൻസ് എന്നെ അനുവദിച്ചില്ല. പിന്നീട് ട്രീറ്റ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞ് ഇവൻ്റെ വിവാഹം കഴിഞ്ഞതായി ഞാൻ അറിയണത്. സത്യത്തിൽ ചങ്ക് തകർന്നു പോയി എൻ്റെ. ഞാനങ്ങ് ഇല്ലാതായിപ്പോയി. സ്വബോധമില്ലാതിരുന്ന ഇവനെ വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ ദേഷ്യവും സങ്കടവുമെല്ലാം തോന്നി. പക്ഷെ അപ്പോഴും ഞാൻ ഇവനെ വെറുത്തിരുന്നില്ല, ഇന്നും വെറുക്കുന്നില്ല. നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം എൻ്റെ പഴയ മയൂരായി ഇവൻ അമേരിക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യം സന്തോഷമാണ് തോന്നിയത്. പക്ഷേ മറ്റൊരുവളുടെ സ്വന്തമായവനെ സ്വീകരിക്കാൻ അന്നത്തെ എൻ്റെ മനസ്ഥിതി എന്നെ അനുവദിച്ചില്ല. അങ്ങേയറ്റം നീറുന്ന വേദനയോടെ ഇവൻ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന തീരുമാനമെടുക്കാൻ ഞാൻ നിർബന്ധിതയായി. ഞാൻ അന്ന് നിർബന്ധിച്ചിട്ടാണ് എൻ്റെ ഡാഡി എൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന കള്ളം അന്ന് മയൂരിനോട് പറഞ്ഞത്. അന്ന് നീ ഹൃദയം തകർന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴും നിർജീവമാക്കപ്പെട്ടവളെ പോലെ ഞാൻ എൻ്റെ മുറിയുടെ വിൻഡോയിലൂടെ നിന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആരിൽ നിന്നും തട്ടിയെടുക്കുന്നതല്ല, മറിച്ച് മനസ്സറിഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രണയമെന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ അനാഥയെ പോലെ ജീവിക്കേണ്ടി വരുന്നു.
ഈ 15 വർഷത്തിനിടയ്ക്ക് എൻ്റെ പേരൻസും ഓരോരുത്തരായി എന്നെ വിട്ടുപോയി. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു അനാഥയാണ്, ആരാരുമില്ലാത്തവൾ. അവൾ ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജാനിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഒഴുകിയിറങ്ങിയ കണ്ണീരിനെ ഒന്ന് തുടയ്ക്ക പോലും ചെയ്യാതെ മിഴികൾ താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്. രേണു ജാനിയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. ജാനകി, അവൾ മൃദുവായി വിളിച്ചു. ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കൂ. തൻ്റെ ഉയർന്നു വന്ന കരച്ചിലിനെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ജാനി അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ ഇടയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു തന്നിട്ടും നിങ്ങൾ ഒന്നു ചേർന്നില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ വേർപിരിഞ്ഞല്ലേ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒന്നാവാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ മയൂരിനെ എനിക്ക് തിരിച്ചു തന്നുകൂടെ? ജാനിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു ഇടിമുഴക്കം പോലെ ജാനിയുടെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള വാക്കുകളായിരുന്നു അത്. എത്ര നിയന്ത്രിച്ചിട്ടും അനുസരിക്കാത്ത അവളുടെ ചുണ്ടുകൾ അനുസരണയില്ലാതെ വിതുമ്പാൻ തുടങ്ങി. എന്തു പറയണം എന്നറിയാതെ അവൾ നിസ്സഹായതോടെ മയൂരിനെ നോക്കി. അവനും അവളുടെ അവസ്ഥ തന്നെയായിരുന്നു. നെഞ്ചു നുറുങ്ങുന്ന വേദനയോടെ അവർ പരസ്പരം നോക്കി നിന്നു. ഇറങ്ങിപ്പോടി മോളെ, കണ്ടടത്ത് പോയി തെണ്ടി നടന്നിട്ട് ഇപ്പോൾ ആരുമില്ലാതായപ്പോൾ ഞങ്ങളുടെ കണ്ണനെ അന്വേഷിച്ചു വരുന്നോ? അതിന് മേമ്പൊടിയായി അവളുടെ വക ഒരു കള്ളക്കഥയും, അലറി വിളിച്ചുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു. ദേ അമ്മാവ, ഞാൻ സംസാരിക്കണത് ജാനിയോടാണ്, അവൾ മറുപടി പറയട്ടെ. രേണു ശ്രീജിത്തിനോട് കയർത്തുകൊണ്ട് പറഞ്ഞു. പറയൂ ജാനി, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും നിങ്ങൾ അകന്നു തന്നെയാണ് കഴിയണത്. അങ്ങനെയെങ്കിൽ മയൂരിനെ എനിക്ക് തിരിച്ചു തന്നുകൂടെ? തമ്പുരുവും ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ. രേണുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ ജാനി ഒന്ന് വിഷമിച്ചെങ്കിലും പിന്നീട് ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ ആരെയും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. ഞാനായിട്ട് ഇനി ആരെയും ഉപേക്ഷിക്കുന്നുമില്ല. എന്നെ ഉപേക്ഷിച്ച് പോകേണ്ടവർക്ക് പോകാം, അല്ലാതെ ഞാനായിട്ട് ഇനി ആരെയും ഉപേക്ഷിക്കില്ല. ഒഴുകിയിഴങ്ങിയ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ജാനി, അപ്പോൾ മയൂരിനെ എനിക്ക് തരുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അവളുടെ നിറഞ്ഞു നിന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് രേണു പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് ആരെയും ഉപേക്ഷിക്കില്ല. എന്നെ ഉപേക്ഷിച്ച് പോകുന്നവരെ ഞാൻ തടയുകയുമില്ല. അവൾ മയൂരിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കെന്താ പെണ്ണെ, കോങ്കണ്ണുണ്ടോ? ഞാനല്ലേ നിന്നോട് ചോദിച്ചത്, നീ എന്നോടല്ലേ മറുപടി പറയേണ്ടത്, അല്ലാതെ നീ അവനെ നോക്കി മറുപടി പറയുന്നത് എന്തിനാ? അതിനും ജാനി തിരിച്ചൊന്നും പറഞ്ഞില്ല. തൻ്റെ നിയന്ത്രണങ്ങളെ ഭേദിച്ചുകൊണ്ട് ചുണ്ടു വിതുമ്പിയുള്ള ഏങ്ങലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇതെന്താ, എന്നെ പിടിച്ച് കടിക്കുമോ? കണ്ണുരുട്ടി തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന തമ്പുരുവിനെ നോക്കി രേണു പറഞ്ഞു. എന്താടാ, അപ്പോൾ നമുക്ക് പോകാം, അവൾ മയൂരിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ജാനിയുടെയും തമ്പുരുവിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദാ ഇപ്പോൾ പറഞ്ഞോ. എൻ്റെ കൂടെ വന്നാൽ പിന്നെ നിനക്കും നിന്റെ ഈ കാന്താരിക്കും ഇവനെ കാണാൻ പോലും കിട്ടില്ല, ജാനിയോടും തമ്പുരുവിനോടുമായി അവൾ പറഞ്ഞു. എന്താ മച്ചാനെ, നമ്മളപ്പോൾ പോവുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവനോട് ചേർന്ന് നിന്നു. കുറച്ചു സമയം അങ്ങനെ നിന്നതിന് ശേഷം അവൾ ജാനിയുടെയും തമ്പുരുവിൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. കരഞ്ഞു കലങ്ങിയ മുഖത്തോടു കൂടി നിൽക്കുന്ന ജാനിയെയും ദേഷ്യം മുഴുവൻ മുഖത്ത് ആവാഹിച്ചു നിൽക്കുന്ന തമ്പുരുവിനെയും കണ്ടപ്പോൾ അവൾക്ക് ചിരി പൊട്ടി. വയറിൽ പിടിച്ചുകൊണ്ട് അവൾ ഒരുപാട് ചിരിച്ചു. ഇവളുടെ ചിരി കണ്ടതും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ജാനിയും തമ്പുരുവും പകച്ചു നിന്നു. ശ്രീജിത്തും ഭവ്യയും ഒന്നും അറിയാത്തവരെ പോലെ മിഴിച്ചു നിൽക്കുക തന്നെയാണ്. മയൂരിൻ്റെ മുഖത്താണെങ്കിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. എൻ്റെ ദൈവമേ, അവൾ പിന്നെയും ഒരുപാട് സമയം ചിരിച്ചു. ചിരിയൊന്ന് അടങ്ങിയതിന് ശേഷം അവൾ പതുക്കെ ജാനിയുടെ അടുത്തേക്ക് ചെന്നു. സോറി ജാനി, ഞാൻ അല്പം കൂടിപ്പോയി അല്ലേ? നിനക്ക് ഇവനോട് സ്നേഹമുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചതാ, അവൾ ജാനിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും ജാനിക്ക് ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നിൽക്കുകയായിരുന്നു. ഹലോ,
എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കണേ? ഞാൻ പറഞ്ഞത് സത്യമാടോ? അതെ, 15 വർഷമായിട്ട് നീ ഇവനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ. അപ്പോൾ എൻ്റെ വക ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കല്യാണം 5 വർഷം മുമ്പ് കഴിഞ്ഞതാണ്, ജർമ്മനിയിൽ വെച്ച്. ഹസ്ബൻഡ് മലയാളിയാ, ജർമ്മനിയിൽ ഡോക്ടറാണ്. അന്ന് ഞങ്ങളുടെ കല്യാണത്തിന് മയൂർ വന്നിരുന്നു. പഴയ കാമുകിയുടെ കല്യാണത്തിന് വന്ന് മൂക്കമുട്ട ഫുഡ് അടിച്ച് പോയവനാ നിൻ്റെ ഈ കെട്ടിയോൻ. എനിവേ, ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. രേണുവിൻ്റെ വാക്കുകൾ കേട്ടതും അവൾ മയൂരിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന കള്ളച്ചിരി കണ്ടതും സത്യത്തിൽ ജാനിക്ക് അപ്പോൾ ദേഷ്യം വരികയാണ് ഉണ്ടായത്. മയൂരിനെ ഒന്ന് അടിമുടി നോക്കിയ ശേഷം അവൾ ചവിട്ടി തുള്ളിക്കൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോയി. ദാ പോയി. മിക്കവാറും നിങ്ങളുടെ ഫിക്സ് ചെയ്ത കല്യാണം മാറ്റിവെക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പാവം, ഇനി നീ എത്ര വർഷം അവൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ എന്തോ. നീ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാതെ വലിയ തീരുമാനങ്ങൾ അവൾ എടുക്കുന്നതിന് മുമ്പ് പോയി കോംപ്രമൈസ് ചെയ്യടാ എന്ന് പറഞ്ഞ് രേണു അവനെ ജാനിയുടെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞയച്ചു. അയ്യോ, കളി കാര്യമായല്ലോ എന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്നും അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. മിക്കവാറും അവൻ്റെ തല അവൾ ഇന്ന് എടുക്കും. ഓടിപ്പോകുന്ന മയൂരിനെ നോക്കി പരിഹസിച്ചുകൊണ്ട് രേണു പറഞ്ഞു. എന്താടി പെണ്ണേ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? അവൾ തമ്പുരുവിൻ്റെ കവിളിൽ ഒരു നുള്ളു കൊടുത്തു. നിന്റെ അമ്മയ്ക്ക് സോറി നിന്റെ ചേച്ചിക്ക് ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതല്ലേ? ഷോക്ക് ട്രീറ്റ്മെൻറ്റ്? പക്ഷേ മിക്കവാറും ഷോക്ക് അടിക്കുന്നത് എൻ്റെ അച്ഛനായിരിക്കും. എല്ലാം കലങ്ങി തെളിഞ്ഞു വരികയായിരുന്നു. ഈ ആൻറ്റി വന്ന് അതൊക്കെ കുളമാക്കി. തമ്പുരു രേണുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചിന്തിച്ചു. എന്താടി ഉണ്ടക്കണ്ണി, നീ എന്നെ മനസ്സിൽ തെറി വിളിക്കുകയാണോ? തമ്പുരുവിൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. ശ്രീജിത്തിനും ഭവ്യയ്ക്കും അപ്പോഴും സംഭവങ്ങൾ പിടികിട്ടിയിട്ടില്ല. അവർ അപ്പോഴും മിഴിച്ചു തന്നെ നിൽക്കുകയാണ്. നമുക്കിനി ജാനിയുടെ ഫ്ലാറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. രണ്ടെണ്ണവും ജീവനോടെ ഉണ്ടോ എന്നറിയാമല്ലോ. നിങ്ങൾ കാമുകനും കാമുകിയും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എൻ്റെ സങ്കടം കണ്ട് സന്തോഷിക്കുകയായിരുന്നു അല്ലേ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സോറി, അവൾ ഇത്രയ്ക്ക് ഓവറാക്കി കുളമാക്കുമെന്ന് ഞാൻ കരുതിയില്ലടാ, മയൂർ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു പൊട്ടിയാണ്. എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല. പിന്നെയും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. എന്തായിരുന്നു രണ്ടുപേരുടെയും ഒരു അഭിനയം? ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. കിട്ടിയ അവസരം രണ്ടുപേരും അങ്ങ് മുതലാക്കി. ജാനി കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, അതൊന്നും എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവൾ പിന്നീട് തിരികെ കയറ്റിയതാണ്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിടന്നെ, വിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കൈക്കരുത്തിനു മുന്നിൽ അവൾക്ക് തോറ്റുകൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. അവൻ അവളെ ഒന്നും കൂടെ ചുറ്റിപ്പിടിച്ചു. മാറിയില്ലേ പെണ്ണെ നിന്റെ ഈ പിണക്കം? അവളുടെ ചെവിയോരം ചേർന്ന് അവൻ മന്ത്രിച്ചു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ പിൻകഴുത്തിൽ വന്നടിച്ചതും അവളുടെ ശരീരം മുഴുവൻ വിറച്ചുപോയി. മര്യാദയ്ക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും. ഒച്ച വെച്ച ആളെ കൂട്ടും, അവൾ വാശിയോടെ പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ദേഷ്യം കാണുമ്പോഴാ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. അപ്പം തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നും എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി നീങ്ങി. അത് മനസ്സിലാക്കിയ അവൾ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൾക്കൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഇനി എന്തു ചെയ്യുമെന്ന് അവൾ ചിന്തിക്കും മുമ്പേ അവൻ അവളുടെ ചുണ്ടുകൾ വിഴുങ്ങിയിരുന്നു. ദീർഘനേരത്തെ ചുംബനം. അവൻ അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുകൾ കൂമ്പി അടച്ചവൾ മറ്റൊരു ലോകത്തായിരുന്നു. ദീർഘമായ ചുംബനത്തിൻ്റെ ലഹരിയിൽ രണ്ടുപേരും തളർന്നുപോയി. അവൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തി. അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവളുടെ നെറ്റിയിലും കവിളിലും കണ്ണുകളിലുമെല്ലാം അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലിഴഞ്ഞതും ജാനിയുടെ ശരീരം മുഴുവൻ കോരിത്തരിച്ചു പോയി. അവൻ്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമർന്നതും ഡോറിൽ തട്ടുകേട്ടതും ഒരുമിച്ചായിരുന്നു. ഹലോ ചേച്ചി, അച്ഛാ, ഓപ്പൺ ദ ഡോർ. തൻ്റെ രസച്ചരട് പൊട്ടിയതും ദേഷ്യത്തോടെ അവൻ എണീറ്റിരുന്നു. നാശം, ഒരു മൂടായി വന്നതായിരുന്നു.
അല്ലെങ്കിലും മക്കൾ വലുതായാൽ പ്രൈവസിയൊക്കെ പോകും. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ജീവിതം കയ്യിൽ കിട്ടിയപ്പോഴോ ഹാരിപ്പഴം പൊഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് വന്നതുപോലെയായി എൻ്റെ കാര്യം എന്ന് പദം പറഞ്ഞ് സങ്കടപ്പെടുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ജാനി ഡോറ് തുറക്കാൻ പോയി. ഹലോ കൂട്ടുകാരെ, ടൈപ്പ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ടെക്സ്റ്റ് ഇടാത്തത്. ഇനി ടെക്സ്റ്റ് വേണമെന്ന് ഉണ്ടെങ്കിൽ ഒന്നരാടം പോസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ഞാൻ ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ശബ്ദം മോശമാണ്, എൻ്റെ കഥ അവതരണ ശൈലി മോശമാണ് എന്നൊക്കെ പരാതി കേട്ടു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണോ? എൻ്റെ ശബ്ദം വളരെ മോശമാണോ? ഞാൻ കഥ പറയുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ കൂട്ടുകാരെ? സത്യസന്ധമായ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു.